ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു താമര വിത്ത് മുളപ്പിക്കുന്നിടം തൊട്ട് അതിൻ്റെ പോട്ടിങ് വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അധികം ലാഗാക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ താമര വിത്ത്. അപ്പോൾ ഒരു വിത്തിന് രണ്ട് വശങ്ങളുണ്ടാകും. ഒരു ചെറുതായിട്ടൊരു കുഴിയുള്ള വശവും അല്ലാണ്ട് ഒരു കൂർത്ത വശവും ഉണ്ടാവും. നമുക്ക് ഈ കുഴിയുള്ള വശം വേണം നന്നായിട്ട് ഉരച്ചെടുക്കാൻ. ഞാൻ ഇവിടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഉരച്ചെടുക്കുന്നത്. നിങ്ങൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കല്ലിൽ ഉരച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഉരച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താമരയുടെ വിത്ത് നല്ല കട്ടിയുള്ള വിത്തുകളാണ്. അപ്പോഴത്തേക്കിനും അത് എത്ര കാലം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാലും അത് കിളിർത്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് ഉരച്ചെടുക്കുന്നത്. ഇതേ കണക്കിന് വെള്ള കളറിലാവുന്നവരേക്കിനും നന്നായിട്ട് ഉരച്ചെടുക്കണം. എൻ്റെ ഉണ്ടായിരുന്ന വിത്തുകളെല്ലാം ഞാൻ ഇതേ കണക്കിന് ഉരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലോ പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ വിത്തുകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇടുമ്പോൾ താഴ്ന്നു പോകുന്ന വിത്തുകൾ നല്ലതും ഇങ്ങനെ മുകളിൽ പൊങ്ങി കിടക്കുന്നത് അഴുക്ക വിത്തു എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ ദിവസവും ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിത്ത് മുളപ്പിക്കാൻ ഇട്ടിട്ട് 6ാമത്തെ ദിവസമാണ് എനിക്ക് 4 വിത്തുകൾ മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 12 ദിവസമായി. എല്ലാം നന്നായി മുളച്ചിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ലീവ്സ് വന്ന് തുടങ്ങി. അതുപോലെ തന്നെ ചെറുതായിട്ട് റൂട്ട് ഫോം ചെയ്ത് വരുന്നു. അപ്പോൾ നമുക്ക് താമര നട്ട് വളർത്തണമെങ്കിൽ മിനിമം ഇതേ കണക്കിനുള്ളൊരു പോട്ടെങ്കിലും ആവശ്യമാണ്. പലയിടത്തും ഇതിന് പല റേറ്റിലാണ് കിട്ടുന്നത്. എനിക്കിത് 100 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് പോട്ട് മിക്സായിട്ട് വേണ്ടത് ഒന്നി പാടത്തെ ചെളിമണ്ണ് അല്ലെങ്കിൽ നമ്മൾ കല്ലില്ലാണ്ട് അരിച്ചെടുത്തിട്ടുള്ള മണ്ണാണ് വേണ്ടത്. ഞാൻ ഇവിടെ പാടത്തെ മണ്ണ് കിട്ടാത്തത് കൊണ്ട് അല്ലാത്ത മണ്ണ് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഈ മണ്ണിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ പോട്ടിൻ്റെ ഇത്രയും ഭാഗത്ത് മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനേക്കൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിന് ഈ ചെളി ഇങ്ങനെ കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ടബിൻ്റെ സൈഡിലോട്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കരുതി ഈ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന പൊടിയൊക്കെ ഇങ്ങനെ വാരി കളയാന്ന്. അത് കുറച്ച് മെനക്കേടായതിനെ കൊണ്ട് ഞാൻ വെള്ളം കോരി മാറ്റുകയാണ്. ഇനി നമുക്കൊരു താമരയുടെ തൈ എടുത്തിട്ട് നമുക്കിതേക്കിന് സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് നീക്കി അവിടെ നട്ടു കൊടുക്കാം. താമര നടുമ്പോൾ ഇതേ കണക്കിന് എപ്പോഴും സൈഡിൽ നട്ടു കൊടുക്കണം. ഈ ഒരു ടബിൽ ഞാൻ ഇപ്പോൾ 2 താമരയുടെ തൈകളാണ് നട്ടു കൊടുക്കുന്നത്. ഈ തൈകൾ ഒരുപാട് താഴ്ത്തി നടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ ഇല വെള്ളത്തിൽ മുങ്ങിപ്പോവാത്ത രീതിക്ക് വെള്ളം നിറച്ചു കൊടുക്കാം. ഈ ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കൊടുക്കാം. ഇനി നമുക്കിതിന് കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗപ്പിയൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഫ്രം മുഹസന.